കോമേഴ്സ് ഫോർ HSS യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നീ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടാം വർഷ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ രണ്ടാം അധ്യായമായ സ്പ്രെഡ്ഷീറ്റിനകത്ത് സ്പ്രെഡ്ഷീറ്റിൻ്റെ ഫീച്ചേഴ്സ്, അതിൻ്റെ കോമ്പോണൻസ്, ഇത്രയും കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. നമ്മുടെ സ്കൂളിനകത്ത് ഏകദേശം 400-500 കുട്ടികൾ പഠിക്കുന്നതാണ് ഹയർ സെക്കൻഡറിക്ക്. ഇപ്പോൾ ഒരു 4 ബാച്ചുള്ള സ്കൂളാണെങ്കിൽ അവിടെ ഏകദേശം 600 കുട്ടികൾ +1 +2 ക്ലാസ്സുകളിലായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടികളുടെ ഡാറ്റാസ്, അവരുടെ പേര്, അഡ്മിഷൻ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, ഫാമിലി ഡീറ്റെയിൽസ്, അതുപോലെ അഡ്രസ്സ്, പിന്നെ അവരുടെ കാസ്റ്റ്, റിലീജിയൻ, ഇങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസ് നമ്മൾ അഡ്മിഷൻ രജിസ്റ്ററിലൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇത്തരം ഡാറ്റാസ്, ഈ മുഴുവൻ കുട്ടികളുടെയും ഡാറ്റാസ് നമുക്ക് ഒരു ഷീറ്റ് ഓഫ് പേപ്പറിനകത്ത് എഴുതുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്, വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ്. അപ്പോൾ ഈ എല്ലാ കുട്ടികളുടെയും ഡാറ്റ നമുക്ക് ഒരു ഷീറ്റിനകത്ത് റെക്കോർഡ് ചെയ്യാൻ പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു സോഫ്റ്റ്വെയറാണ് സ്പ്രെഡ്ഷീറ്റ്. Electronic spreadsheet is a computer application software allows the user to arrange and organize huge amount of data in a tabular form. അപ്പോൾ നമുക്ക് ഒരുപാട് ഡാറ്റാസ്, വളരെയധികം ഡാറ്റാസ് വരുന്നത് ഒരു ടാബുലാർ ഫോമിൽ സൂക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറാണ് സ്പ്രെഡ്ഷീറ്റ്. സ്പ്രെഡ്ഷീറ്റ് ഈസ് എൻ ഇലക്ട്രോണിക് ഷീറ്റ് ഓഫ് പേപ്പർ. ഒരു ഇലക്ട്രോണിക് ഷീറ്റ് ഓഫ് പേപ്പറാണ്. ഈ ഷീറ്റ് ഓഫ് പേപ്പറിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെയധികം ഡാറ്റാസ് കൃത്യമായി അറേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ഒരു പ്രത്യേകത. അപ്പോൾ ഒരുപാട് കുട്ടികളുടെ ഡാറ്റാസ്, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ എല്ലാ കുട്ടികളുടെയും ഡാറ്റാസ് നമുക്ക് എന്ത് ഈ ഒരു ഷീറ്റിനകത്ത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് അരിത്മെറ്റിക് കാൽക്കുലേഷൻസ്, അറേഞ്ച് ആൻഡ് അനാലിസിസ് ഡാറ്റ ആൻഡ് പ്രൊവൈഡ് ഈസി കറക്ഷൻ ഓഫ് എറേഴ്സ്. അപ്പോൾ നമുക്കിത് ഈ ഇലക്ട്രോണിക് സ്പ്രെഡ്ഷീറ്റിനകത്ത് നമുക്കിത് അരിത്മെറ്റിക് കാൽക്കുലേഷൻ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ എല്ലാ കുട്ടികളുടെയും മാർക്കുകൾ എൻട്രി ആണ്. ഇപ്പോൾ ഫസ്റ്റ് ടേം എൻട്രി മാർക്ക്, സെക്കൻഡ് ടേം, തേർഡ് ടേം, അങ്ങനെ പല ടേമിൽ നമ്മൾ പല പരീക്ഷകൾ നടത്താറുണ്ട്. ഇത്തരം പരീക്ഷകളുടെ എല്ലാ മാർക്കുകളും നമുക്ക് ഒരു ഷീറ്റിനകത്ത് കൊണ്ടുവരാനും ഇതിൻ്റെ ടോട്ടൽ മാർക്ക് കണ്ടുപിടിക്കാം. വി ക്യാൻ സോർട്ട് ദ ലിസ്റ്റ് ഓഫ് സ്റ്റുഡൻസ് ഓൺ ദ ബേസ് ഓഫ് ദ മാർക്ക്. അപ്പോൾ നമുക്കൊരു വി ക്യാൻ പ്രിപ്പയർ റാങ്ക് ലിസ്റ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ മാത്തമെറ്റിക്കൽ കാൽക്കുലേഷൻസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഡാറ്റാസ് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് പർട്ടിക്കുലർ, ഇപ്പം എല്ലാ കുട്ടികളുടെയും ഡാറ്റാസിൻ്റെ അകത്തിനകത്ത് നമുക്ക് സയൻസിൻ്റെ അല്ലെങ്കിൽ കൊമേഴ്സിൻ്റെ മാത്രം കുട്ടികളുടെ ഡാറ്റാസ് വേണം, അല്ലെങ്കിൽ ഇപ്പോൾ അക്കൗണ്ടൻസി പാസ്സായ കുട്ടികളുടെ മാർക്ക് മാത്രം വേണം, അല്ലെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് മാത്രം വേണം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ അറേഞ്ച് ഡാറ്റ ഓർ അനലൈസ് ഡാറ്റ. അതുകൊണ്ട് എന്തെങ്കിലും എറേഴ്സ് വരികയാണെങ്കിൽ എവിടെയാണോ എറേഴ്സ് വന്നത് അവിടെ മാത്രം കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഡാറ്റാസൊക്കെ ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആയിക്കോളും. അങ്ങനെയുള്ള ഇലക്ട്രോണിക് ഷീറ്റ് ഓഫ് പേപ്പർ എന്നാണ് നമ്മൾ സ്പ്രെഡ്ഷീറ്റ്. അപ്പോൾ സ്പ്രെഡ്ഷീറ്റ് ഈസ് എൻ ഇലക്ട്രോണിക് ഷീറ്റ് ഓഫ് പേപ്പർ യൂസ്ഡ് ടു റെക്കോർഡ് or store a huge amount of data. Spreadsheet of paper consists of rows and columns. അപ്പോൾ സ്പ്രെഡ്ഷീറ്റിന് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഷീറ്റ് ഓഫ് പേപ്പറിന് നമ്മൾ ഒരു ഇറ്റ് കണ്ടെയ്ൻസ് റോസ് ആൻഡ് കോളംസ്. അതിന് റോസും കോളംസും, റോസ് എന്ന് പറയുമ്പോൾ വരികളും നിരകളും. ഹൊറിസോണ്ടൽ വെക്ടേഴ്സ് ആർ കോൾഡ് റോസ്. സമാന്തരമായിട്ടുള്ള വെക്ടേഴ്സ്, സമാന്തരമായിട്ട് വരുന്നതിന് നമ്മൾ റോസ് എന്ന് പറയും, നിര എന്ന് പറയും. അതുപോലെ തന്നെ വെർട്ടിക്കൽ വെക്ടേഴ്സ്, അതായത് ലംബമായിട്ട് വരുന്നത്, അതായത് കുത്തനെ വരുന്ന ഇതിന് നമ്മൾ കോളംസ് എന്ന് പറയും, നിരകൾ എന്ന് പറയും. അപ്പോൾ വരികളും നിരകളും ചേർന്നതാണ് ഒരു ഇലക്ട്രോണിക് സ്പ്രെഡ്ഷീറ്റ്. ഇറ്റ് ഈസ് നോൺ ആസ് എ വർക്ക് ഷീറ്റ്. ഒരു സ്പ്രെഡ്ഷീറ്റിന് നമ്മൾ പറയുന്ന പേരാണ് വർക്ക് ഷീറ്റ്. ഇറ്റ് ഈസ് കോൾഡ് വർക്ക് ഷീറ്റ്. ഇനി ദർ ആർ സം സ്പെഷ്യൽ സോഫ്റ്റ്വെയർസ് ഓർ സ്പെഷ്യലൈസ്ഡ് സോഫ്റ്റ്വെയർ ഫോർ സ്പ്രെഡ്ഷീറ്റ്സ് ആർ കോമൺലി യൂസ്ഡ്. ഒന്ന് ന്യൂമറിക്, കാലിഗ്ര ഷീറ്റ്, ലിബ്രെ ഓഫീസ് കാൽക്ക്, ഓപ്പൺ ഓഫീസ് കാൽക്ക്, ലോട്ടസ് 1, 2, 3, മൈക്രോസോഫ്റ്റ് എക്സൽ. ഇതൊക്കെയാണ് സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറുകൾ. ഇതിനകത്ത് നമ്മൾ
ഈ നമ്മുടെ സിലബസിനകത്ത് പഠിക്കുന്നത് ലിബർ ഓഫീസ് കാൽക്ക്. അപ്പോൾ ലിബർ ഓഫീസ് കാൽക്ക് എന്നുള്ള ഒരു സ്പെഷ്യൽ സോഫ്റ്റ്വെയർ ആണ് നമ്മുടെ സിലബസിനകത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇവിടെ നോക്കുക, സ്പെഷ്യൽ ഷീറ്റ് പ്രോഗ്രാംസ് വർക്കിംഗ് ഇൻ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ദിസ് ലിബർ ഓഫീസ് കാൽക്ക് ഈസ് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ വർക്കിംഗ് ഇൻ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ഹൈസ്കൂൾ ക്ലാസ്സുകളിലൊക്കെ ലിനക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ആൻ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. LibreOffice Calc is the spreadsheet component of the LibreOffice software package. അപ്പോൾ LibreOffice സോഫ്റ്റ്വെയറിനകത്തുള്ള ഒരു സോഫ്റ്റ്വെയർ പാക്കേജ് മാത്രമാണ് LibreOffice Calc. നമ്മൾ LibreOffice സോഫ്റ്റ്വെയറിനകത്ത് പല രീതിയിലുള്ള പാക്കേജുകളുണ്ട്. അതിനകത്ത് സ്പ്രെഡ്ഷീറ്റുമായി ബന്ധപ്പെട്ട സോഫ്റ്റ്വെയർ പാക്കേജാണ് LibreOffice Calc എന്ന് പറയുന്നത്. അപ്പോൾ it is a free and open source software. It has the ability to read or write open document, Excel and other several formats. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഈ LibreOffice കാൽക്കിനകത്ത് ഓപ്പൺ ഓഫീസ് ഡോക്യുമെൻറ്റ്, അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ് എക്സൽ ഷീറ്റുകൾ, അതുപോലെ മറ്റ് ഫോർമാറ്റിൽ വരുന്ന ഷീറ്റുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ LibreOffice കാൽക്കിലൂടെ റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ് അതിൻ്റെ ഒരു ഫീച്ചർ. പിന്നെ പറയുന്നത് സപ്പോർട്ട് for a large number of functions including financial and mathematical and statistical functions. അപ്പോൾ നമുക്ക് ഇതിനകത്ത് വിവിധ തരത്തിലുള്ള ഫംഗ്ഷനുകൾ, സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷനുകൾ, മാത്തമെറ്റിക്കൽ ഫംഗ്ഷനുകൾ, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഫംഗ്ഷൻസ് ഒക്കെ, അങ്ങനെയുള്ള ഒരുപാട് ഫംഗ്ഷനുകൾ. നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്സ്, or what is the rate of interest for when we receive a particular amount of income. അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലൂടെ ചെയ്യാൻ പറ്റും. വി ക്യാൻ ഫൈൻഡ് ഔട്ട് നെറ്റ് പ്രസൻറ്റ് വാല്യൂ. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഫംഗ്ഷനുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറാണ് LibreOffice Calc. ഇറ്റ് ഈസ് എ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. ഇതെന്താണ്, ഫ്രീ ആണ്, ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. ഫ്രീ ആണ്, നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. വി ഹാവ് നോട്ട് ടു പേ എനി എമൗണ്ട് ഓഫ് മണി. നമ്മൾ മറ്റ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന പോലെ പണം അടക്കേണ്ട ആവശ്യം, നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സോഫ്റ്റ്വെയറാണ് LibreOffice Calc. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ഒന്ന് ഈസി കാൽക്കുലേഷൻ. നമുക്ക് നോക്കാം, ലോട്ട് ഓഫ് ടൂൾസ് ആർ അവൈലബിൾ ടു പെർഫോം കോംപ്ലക്സ് കാൽക്കുലേഷൻസ് ഓൺ ഡാറ്റ സ്പ്രെഡ് അക്രോസ് ഷീറ്റ്. അപ്പോൾ നമ്മൾ ഈ സ്പ്രെഡ്ഷീറ്റിനകത്ത് എൻട്രി ചെയ്യുന്ന ഡാറ്റാസിൻ്റെ മുകളിൽ നമുക്ക് എന്ത് ചെയ്യാം, വിവിധ തരത്തിലുള്ള ടൂൾസ് അവൈലബിൾ ആണ് ഫോർ പെർഫോമിങ് ഡിഫറെൻറ്റ് ഫങ്ഷൻസ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ടോട്ടൽ കണ്ടുപിടിക്കാം, ആവറേജ് കണ്ടുപിടിക്കാം, അതുപോലെ തന്നെ നമുക്കതിനെ സോർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മാത്തമെറ്റിക്കൽ ഫിനാൻഷ്യൽ ഫംഗ്ഷൻസ് നേരത്തെ പറഞ്ഞ പോലെ നെറ്റ് പ്രസൻറ്റ് വാല്യൂ, അങ്ങനെയുള്ള ഒരുപാട് ഫംഗ്ഷനുകൾ, ഒരുപാട് ടൂൾസ് നമുക്ക് ഇതിനകത്ത് ലഭ്യമാണ്. ലോട്ട് ഓഫ് ടൂൾസ് ആർ അവൈലബിൾ. അപ്പോൾ നമുക്ക് പ്രാക്ടിക്കൽ ചെയ്യുന്നത് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമത് വരുന്നത് വാട്ട് ഇഫ് കാൽക്കുലേഷൻ. വാട്ട് ഇഫ് കാൽക്കുലേഷൻ എന്ന് വെച്ചാൽ ഇറ്റ് ഹെൽപ്സ് ടു ദ യൂസേഴ്സ് ടു predict what will happen if certain conditions changes. ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ പിന്നെ ഒരു പർട്ടിക്കുലർ എമൗണ്ട്, ഫോർ എക്സാമ്പിൾ നമ്മൾ 5 lakh rupees ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടുത്ത 10 വർഷത്തേക്ക് എത്രമാത്രം പലിശ ലഭിക്കും, അറ്റ് റേറ്റ് ഓഫ് 5%, 10%, 20%. അപ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് മാറ്റി മാറ്റി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ ഇൻട്രസ്റ്റ് റേറ്റിലും എത്ര ഇൻട്രസ്റ്റ് നമുക്ക് ലഭിക്കുന്നത് നമുക്ക് വാട്ട് ഇഫ് ഫൈനാൻസിലൂടെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ we can find out what are the change in interest rate affect the installment amount. അത് നമ്മളിപ്പം ഒരു ലോൺ എടുക്കുകയാണെങ്കിൽ, നമ്മളൊരു ബാങ്കിൽ ലോൺ എടുക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ, അപ്പോൾ നമ്മൾ ബാങ്കിൽ നിന്ന് ഒരു 10 ലക്ഷം രൂപ ലോൺ എടുക്കുന്നിരിക്കാം. അപ്പോൾ 5% പലിശക്ക് എടുക്കുകയാണെങ്കിൽ നമ്മൾ എത്ര ഇൻസ്റ്റാൾമെൻറ്റ്, ഒരു മാസം എത്ര ഇൻസ്റ്റാൾമെൻറ്റ് അടക്കേണ്ടി വരും, അത് 10% എത്ര ഇൻസ്റ്റാൾമെൻറ്റ് എടുക്കുക, അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ നമ്മൾ 10% ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സഡ് ആണ്. നമ്മൾ ലോൺ എടുക്കുന്ന പീരിയഡ് 5 കൊല്ലത്തേക്കാണെങ്കിൽ നമ്മൾ ഒരു വർഷം എത്ര ഇൻസ്റ്റാൾമെൻറ്റ് എടുക്കണം, അത് 10 വർഷത്തേക്ക് മാറ്റുകയാണെങ്കിൽ എത്ര ഇൻസ്റ്റാൾമെൻറ്റ് അടക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ LibreOffice കാൽക്കിലൂടെ ചെയ്യാൻ പറ്റും. അതാണ് ഈ വാട്ട് ഇഫ് കാൽക്കുലേഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് തേർഡ് വൺ ഈസ് സെർവ്സ് ആസ് എ ഡാറ്റാബേസ്. നമുക്ക് നേരത്തെ പറഞ്ഞു എ ലാർജ് നമ്പർ ഓഫ് ഡാറ്റാസ് ക്യാൻ ബി അറേഞ്ച്. അപ്പോൾ പെർഫോംസ് ദ ഫങ്ഷൻസ് ഓഫ് എ ഡാറ്റാബേസ്. ഒരു ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ നമ്മൾ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിച്ച് ക്യാൻ ബി ഫിൽറ്റേഡ് ഇൻ ഡിഫറെൻറ്റ് ഷീറ്റ്സ്. നമുക്ക് പല ഷീറ്റുകളിലേക്ക് ഇതിൻ്റെ ഡാറ്റാസ് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. നമ്മളിപ്പോൾ സ്കൂളിനകത്തുള്ള മുഴുവൻ കുട്ടികളുടെയും ഡാറ്റ നമ്മൾ ഒരു ഷീറ്റിനകത്ത് റെക്കോർഡ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു,
കൊമേഴ്സിലെ കുട്ടികളുടെ ഡാറ്റ മാത്രം നമ്മൾ ഫിൽറ്റർ ചെയ്ത് എടുക്കാം. അല്ലെങ്കിൽ സയൻസിലുള്ള കുട്ടികളുടെ മാത്രം ഡാറ്റാസ് ഫിൽറ്റർ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമ്മളൊരു പർട്ടിക്കുലർ പേപ്പർ, ഫോർ എക്സാമ്പിൾ അക്കൗണ്ടൻസി പാസ്സായ ആളുകളുടെ ലിസ്റ്റ് നമുക്ക് വേണം. അപ്പോൾ നമുക്കത് ഫിൽറ്റർ ചെയ്തെടുക്കാം. അപ്പോൾ അത് ഇറ്റ് ഈസ് എ സോഴ്സ് ഓഫ് ഡാറ്റാബേസ്. അപ്പോൾ ലാർജ് സൈസ് ഡാറ്റയാണ്. അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാം, ഡാറ്റാസ് റിട്രീവ് ചെയ്യാം. ഇവിടെ നിന്ന് അതിനകത്ത് നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഫീച്ചറാണ്. പിന്നെ അതുപോലെ തന്നെ അറേഞ്ചിങ് ഡാറ്റ. നമ്മൾ സ്റ്റോർ ചെയ്ത ഡാറ്റാസ് നമുക്ക് എന്ത് ചെയ്യാം, അക്കോർഡിംഗ് ടു അവർ നീഡ്സ്, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എന്ത് ചെയ്യാം, ഓർഗനൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ ഫോമാറ്റ് ചെയ്യാം, അതിൻ്റെ സൈസ്, അതിൻ്റെ പിന്നെ കളറ്, അതിൻ്റെ ഫോണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോണ്ട്സ്. പിന്നെ അത് നമുക്ക് സോർട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് അറേഞ്ച് ചെയ്യാം ഡാറ്റാസ് ഓൺ ദ ബേസ് ഓഫ്, നേരത്തെ പറഞ്ഞ പോലെ മാർക്സിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടികളെ അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് റാങ്ക് കുട്ടികൾ ആദ്യം വേണം, ലാസ്റ്റ് റാങ്ക് അവസാനം വേണം. അപ്പോൾ നമുക്ക് ഫിൽറ്റർ ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യാം, ഡാറ്റാസിനകത്ത് നമുക്ക് ആവശ്യമായ ഡാറ്റാസ് മാത്രം ഇങ്ങോട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് എന്താണ് ഫങ്ഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടി ഒരുപാട് ഫെസിലിറ്റീസ് ഉള്ള ഒരു സോഫ്റ്റ്വെയറാണ് LibreOffice Calc. അപ്പോൾ വി ക്യാൻ അറേഞ്ച് ഡാറ്റ അക്കോർഡിംഗ് ടു അവർ റിക്വയർമെൻറ്റ്സ് ഓർ നീഡ്സ്. അപ്പോൾ നമ്മുടെ ഡാറ്റ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച്, നമ്മുടെ റിക്വയർമെൻറ്റ്സിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഡാറ്റാസിനെ അറേഞ്ച് ചെയ്യാനുള്ള സൗകര്യം സ്പ്രെഡ്ഷീറ്റിനകത്ത് ഉണ്ട്, അല്ലെങ്കിൽ LibreOffice Calcനകത്ത് ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. നെക്സ്റ്റ് വരുന്നത് ഡൈനമിക് ചാർട്ട്. വി ക്യാൻ റെപ്രസെൻറ്റ് ഡാറ്റ ഇൻ ദ ഫോം ഓഫ് ഗ്രാഫ്സ് ആൻഡ് ചാർട്ട്സ്. അപ്പോൾ നമ്മൾ നേരത്തെ റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്ന ഡാറ്റാസിനെ നമുക്ക് ചാർട്ടുകളാക്കിയിട്ടും ഗ്രാഫുകളാക്കി മാറ്റാൻ പറ്റും. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചാർട്ട്സ് ആർ അവൈലബിൾ ടു മീറ്റ് ദ നീഡ്സ് ഓഫ് കസ്റ്റമേഴ്സ്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് പൈ ചാർട്ട്, അതുപോലെ ബാർ ചാർട്ട്, ലൈൻ ചാർട്ട്, അങ്ങനെ പല രീതിയിലുള്ള ചാർട്ടുകൾ നമുക്ക് തയ്യാറാക്കാൻ വേണ്ടി സാധിക്കും. ഇറ്റ് ഈസ് വെരി സിമ്പിൾ. നമ്മൾ നേരത്തെ എഴുതി വെച്ചിരുന്ന ഡാറ്റാസ്, റെക്കോർഡ് ചെയ്തിരിക്കുന്ന ഡാറ്റാസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിപ്പം നമ്മുടെ റിസൾട്ടിൻ്റെ ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്ത് വെരി സിമ്പിൾ. നമ്മൾ ആ ഡാറ്റ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഏത് ചാർട്ടാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി. ദ സോഫ്റ്റ്വെയർ പ്രിപ്പയർ എസ് സ്യൂട്ടബിൾ ചാർട്ട്, അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ചാർട്ട് അതെന്ത് ചെയ്യും, കൃത്യമായിട്ട് നമുക്ക് തന്നിരിക്കും. അപ്പോൾ ജസ്റ്റ് പ്രിപ്പയർ ഡൈനമിക് ചാർട്ട്, നമുക്ക് ഏത് രീതിയിലുള്ള ചാർട്ട് വേണമെങ്കിലും തയ്യാറാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ there are different types of charts are available in LibreOffice Calc. Next, in LibreOffice Calc, a file is called as a worksheet or workbook. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ നമ്മളിപ്പോൾ കമ്പ്യൂട്ടറിനകത്ത് ഒരു പ്രോഗ്രാം ഇത് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫയലായിട്ട് നമ്മൾ സേവ് ചെയ്യും അല്ലേ. അപ്പോൾ ഫയൽ സേവ് ചെയ്യുമ്പോൾ ഇപ്പോൾ LibreOffice Calcനകത്തുള്ള ഒരു ഫയലിനെ പറയുന്ന പേരാണ് എ വർക്ക് ബുക്ക്. The workbook is a sheet of papers or it is a collection of worksheets. അപ്പോൾ നമ്മളൊരു വർക്ക് ബുക്ക്, നമ്മൾ സാധാരണ ഒരു നോട്ട് ബുക്ക് പോലത്തെ ടെക്സ്റ്റ് ബുക്ക് പോലെ ഒരുപാട് ഷീറ്റ് ഓഫ് പേപ്പേഴ്സ് കൂടിയതിനാണ് നമ്മളൊരു വർക്ക് ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ വർക്ക് ബുക്കിനകത്ത് there will be number of worksheets, വർക്ക് ഷീറ്റുകൾ ഉണ്ടാവും. ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് വർക്ക് ഷീറ്റ്സ്. അപ്പോൾ ഓരോ ഷീറ്റിനും നമ്മൾ ഒരു വർക്ക് ഷീറ്റ് എന്നാണ് പറയുന്നത്. ബൈ ഡിഫോൾട്ട് എ വർക്ക് ബുക്ക് കൺസിസ്റ്റ് ഓഫ് വൺ വർക്ക് ഷീറ്റ്. അപ്പോൾ നമ്മളൊരു ഫയൽ, പുതുതായിട്ടൊരു ഫയൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്ന വർക്ക് ബുക്കിനകത്ത് ഒരു വർക്ക് ഷീറ്റ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആ ഷീറ്റിൻ്റെ പേര് ഷീറ്റ് 1 ആയിരിക്കും. നമുക്കത് ആ ഷീറ്റിൻ്റെ താഴെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ പുതുതായിട്ട് ഒരു വർക്ക് ഷീറ്റ്, ഒരു വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഫയൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ദാറ്റ് വർക്ക് ബുക്ക് കൺസിസ്റ്റ് ഓഫ് ഓൺലി വൺ വർക്ക് ഷീറ്റ്, ഒരു വർക്ക് ഷീറ്റ് മാത്രമേ ഉള്ളൂ. വി ക്യാൻ ആഡ് മോർ ഷീറ്റ്സ് ഇൻ എ വർക്ക് ബുക്ക്. നമുക്ക് എത്ര ഷീറ്റ് വേണമെങ്കിലും ഒരു വർക്ക് ബുക്കിനകത്ത് ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് പുതിയ പുതിയ വർക്ക് ഷീറ്റുകൾ നമുക്ക് ആഡ് ചെയ്യാം. അറ്റ് എ ടൈം ഓൺലി വൺ വർക്ക് ഷീറ്റ് ഈസ് ആക്റ്റീവ് ആൻഡ് ദ യൂസർ ക്യാൻ എൻ്റർ ഡാറ്റ ഓർ അപ്ലിക്കേഷൻസ് ഇൻ ദാറ്റ് വർക്ക് ഷീറ്റ്. ഇപ്പോൾ നമ്മൾ ബൈ ഡിഫോൾട്ട് നമ്മൾ ഒരുപാട് വർക്ക് ഷീറ്റുകൾ ഉണ്ടെങ്കിലും ഒരു സമയത്ത് ഒരു വർക്ക് ഷീറ്റ് മാത്രമേ ആക്റ്റീവ് ആയിട്ടുണ്ടാകും. ആക്റ്റീവ് വർക്ക് ഷീറ്റിലാണ് നമുക്ക് നമ്മൾ ഡാറ്റ എൻട്രി ചെയ്യുന്നതും ഡാറ്റ മാനിപ്പുലേഷനും നമ്മൾ ചെയ്യുന്ന കാൽക്കുലേഷൻസ് ഒക്കെ നടക്കുന്ന ആ പർട്ടിക്കുലർ വർക്ക് ഷീറ്റിലായിരിക്കും. അപ്പോൾ ഏത് വർക്ക് ഷീറ്റാണോ ആക്റ്റീവായിട്ടുള്ളത് ആ ആക്റ്റീവായ വർക്ക് ഷീറ്റിൽ മാത്രമേ എന്ത് ചെയ്യും, വർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അറ്റ് എ ടൈമിൽ നമ്മളിപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ നോട്ട്ബുക്ക് ആണെങ്കിൽ നമുക്ക് ആ ഒരു നോട്ട്ബുക്കിന് ഒരു പേജിൽ മാത്രമേ ഒരു സമയത്ത് എഴുതാൻ പറ്റില്ല, ഒന്നിൽ കൂടുതൽ പേജ് ഒരേ സമയത്ത് എഴുതാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് ഇവിടെ വർക്ക് ബുക്കിനകത്തും ഉള്ള ഒരു വർക്ക് ഷീറ്റ്, ഏതാണോ ആക്റ്റീവായിട്ടുള്ള വർക്ക് ഷീറ്റ്, ആ ആക്റ്റീവായ വർക്ക് ഷീറ്റിൽ മാത്രമേ നമുക്ക് ഡാറ്റ എൻട്രി ചെയ്യാൻ പറ്റൂ. അപ്പോൾ നമുക്ക് വി ക്യാൻ മൂവ് ടു അതർ വർക്ക് ഷീറ്റ്. രണ്ടാമത്തെ വർക്ക് ഷീറ്റ് വേണമെങ്കിൽ നമുക്ക് രണ്ടാമത്തെ വർക്ക് ഷീറ്റിൽ പോയിട്ട് അവിടെ എന്ത് ചെയ്യാം, വർക്ക് ചെയ്യാം. അപ്പോൾ അത് ആക്റ്റീവായ വർക്ക് ഷീറ്റായിട്ട് മാറും. ഇതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം.
ഇനി ഇറ്റ് കണ്ടെയ്ൻസ് റോസ് ആൻഡ് കോളംസ്. നമ്മൾ നേരത്തെ പറഞ്ഞു എ വർക്ക്ഷീറ്റ് കണ്ടെയ്ൻസ് റോസ് ആൻഡ് കോളംസ്. ഇപ്പോൾ റോസ് ആർ നമ്പേർഡ് സീരിയലി എസ് 1 2 3 4 5. ഇപ്പോൾ റോസിനെ നമ്മൾ സീരിയലായിട്ട് ഫ്രം ടോപ്പ് ടു ബോട്ടം, ഏറ്റവും ടോപ്പിലുള്ള റോന് 1 ഉണ്ടാവും, താഴെ 2 3 4 അങ്ങനെ നമ്പർ ചെയ്യുന്നുണ്ടാവും. റോസ് ആർ ഗിവൺ നമ്പേഴ്സ് ആൻഡ് കോളംസ് ആർ ഐഡൻറ്റിഫൈഡ് ബൈ ആൽഫബറ്റ്സ്. ഇപ്പോൾ കോളംസ് നമ്മൾ കുത്തനെ വരുന്നതാണ്, ലംബമായിട്ട് വരുന്നതാണ്, ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. അപ്പോൾ ഏറ്റവും ലെഫ്റ്റ് സൈഡിലുള്ള കോളത്തിന് എ എന്നുണ്ടാവും, രണ്ടാമത്തെ കോളം ബി സി അങ്ങനെ വരും. അപ്പോൾ നമ്മളങ്ങനെ വരുമ്പോൾ 26 സെറ്റ് അല്ലേ, 26 ആൽഫബറ്റ്സാണ് നമുക്കുള്ളത്. അപ്പോൾ സെറ്റ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് എ എ നടക്കും, പിന്നെ എ ബി എ സി അങ്ങനെ പോകും. പിന്നെ ലാസ്റ്റ് എ സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വരും ബി എ ബി 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 സി അങ്ങനെ ബി സി പിന്നെ സി എ സി സി അങ്ങനെ പോകും. അപ്പോൾ ആ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, കോളംസിന് നെയിം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ റോസ് ആർ നമ്പേർഡ് എസ് സീരിയലി ഫ്രം ടോപ്പ് ടു ബോട്ടം എസ് 1 2 3 4 5 6 6. അപ്പോൾ റോസിനെ നമ്മൾ ടോപ്പിൽ നിന്ന് താഴെ, അതായത് മുകളിൽ നിന്ന് താഴേക്കാണ് നമ്പർ ചെയ്തിരിക്കുന്നത്. 1 2 3 4 അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നു. കോളംസ് ആണെങ്കിൽ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് ആദ്യത്തെ കോളത്തിന് എ എന്ന് വരുന്നു, ബി സി അങ്ങനെ വരും, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകും. അപ്പോൾ എ ബി സി ഡി അങ്ങനെ നമ്മൾ സെറ്റ് കഴിഞ്ഞാൽ പിന്നെ എ എ ബി അങ്ങനെ വരും. ആ രീതിയിലാണ് കോളംസിന് പേര് നൽകിയിരിക്കുന്നത്. ഇനി എ കോളം ആൻഡ് റോ കോൺസ്റ്റിറ്റ്യൂട്ട്സ് എ സെൽ. സാധാരണ നമ്മൾ ഡാറ്റ എൻട്രി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് സെല്ലുകളാണ്. ഡാറ്റാസ് ആർ റെക്കോർഡ് ഇൻ സെൽസ്. ഇൻ LibreOffice കാൽക്ക് the data entered will be recorded in a cells, that is called cell. A cell is a intersection of row and column. നമ്മൾ റോയും കോളവും ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം, ഒരു സെൽ എന്ന് പറയുന്നത്. A cell is identified a combination of column number, column name and row number. അപ്പോൾ ഒരു കോളത്തിൻ്റെ എന്താണ്, അല്ല ഒരു സെല്ലിന് നമ്മൾ പറയുന്നത്, സെല്ലിന് പറയുന്നത് എന്താണ്, ഒരു കോളവും ഒരു റോയും ചേർന്നതാണ് ഒരു സെൽ. അപ്പോൾ സെല്ലിന് ഒരു പേരുണ്ട്, ഇറ്റ് ഹാസ് എ യുണീക്ക് അഡ്രസ്, ദാറ്റ് ഈസ് കോൾഡ് സെൽ അഡ്രസ്. അപ്പോൾ സെൽ അഡ്രസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് സ്റ്റാർട്ടഡ് വിത്ത് കോളം നെയിം ആൻഡ് ഫോളോഡ് ബൈ റോ നമ്പർ. ഫോർ എക്സാമ്പിൾ സെൽ A1 എന്ന് പറയുകയാണെങ്കിൽ എ എന്ന് പറയുന്ന കോളവും റോ നമ്പർ 1 ആയിരിക്കും. A4 ആണെങ്കിൽ എ എന്ന് പറയുന്ന കോളം 4ാമത്തെ റോയിലായിരിക്കും. അപ്പോൾ 4ാമത്തെ റോയിൽ എ കോളം, അപ്പോൾ 1ാമത്തെ കോളം 4ാമത്തെ റോ, ആ രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഓരോ സെല്ലിനും ഇറ്റ് ഹാസ് എ യുണീക്ക് അഡ്രസ്, ദാറ്റ് ഈസ് കോൾഡ് സെൽ അഡ്രസ്. ഇപ്പോൾ എല്ലാ യൂണിറ്റ്, അതായത് നമ്മളൊരു സെല്ലിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് സെൽ അഡ്രസ് ആണ്. അപ്പോൾ നമ്മളിവിടെ A1 B10 C10 അങ്ങനെ വരും. അപ്പോൾ ഫസ്റ്റ് വരുന്നത് കോളം നമ്പർ നെയിമാണ്, രണ്ടാമത് റോ നമ്പറും കൂടി ചേർത്തിട്ടാണ്, കോളം നെയിമും റോ നമ്പറും ചേർത്തിട്ടാണ് സെല്ലിൻ്റെ അഡ്രസ്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, അല്ലെ സെൽ അഡ്രസ്സ് ഉപയോഗിക്കുന്നത്. ഈ സെൽ അഡ്രസ്സ് നമ്മൾ പലപ്പോഴും അഡീഷൻ ചെയ്യാൻ വേണ്ടി, അതായത് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്തും ഡാറ്റ കമ്പാരിസൺ ചെയ്യുന്ന സമയത്ത്, അനലൈസ് ചെയ്യുന്ന സമയത്തൊക്കെ സെൽ അഡ്രസ്സാണ് അവിടെ ഉപയോഗിക്കുക. നമ്മളത് പ്രാക്ടിക്കൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് അബൌട്ട് റേഞ്ച്. റേഞ്ച് ഈസ് എ കളക്ഷൻ ഓഫ് സെൽസ്. ഒരു കൂട്ടം സെല്ലുകളുടെ കളക്ഷനെയാണ് നമ്മൾ എന്താ പറയുക ഒരു റേഞ്ച് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒന്നിൽ കൂടുതലോ സെല്ലുകൾ ചേർന്ന് തന്നെയാണ് ഒരു റേഞ്ച് എന്ന് പറയുന്നത്. എ റേഞ്ച് മേ കണ്ടെയ്ൻ എ സിംഗിൾ സെൽ ഓർ മെനി സെൽസ്. ചിലപ്പോൾ ഒരു സെല്ല് മാത്രമാകാം, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സെല്ലുകൾ ചേരുന്ന ഒരു കോമ്പിനേഷനെയാണ് എന്ത് പറയുന്നത് റേഞ്ച് എന്ന് പറയുന്നത്. റേഞ്ച് ഈസ് സെപ്പറേറ്റഡ് ബൈ ഗിവിംഗ് ദ അഡ്രസ് ഓഫ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് സെൽ ഇൻ ദാറ്റ് റേഞ്ച്. അതായത് നമ്മളൊരു റേഞ്ച് എന്ന് പറയുന്നത് ആ സെല്ലിൻ്റെ റേഞ്ചിൻ്റെ ആദ്യത്തെ സെല്ലും അവസാനത്തെ സെല്ലിൻ്റെയും പേരുകൾ ചേർത്ത് കൊണ്ടാണ് റേഞ്ച് പറയുന്നത്. നമ്മൾ നോക്കുക, എക്സാമ്പിൾ B2 to D10, B2 to D10 വായിക്കുന്നത് അങ്ങനെയാണ്. പക്ഷെ നമ്മൾ എഴുതുമ്പം B2 D10. അപ്പോൾ കോളൻ എന്നുള്ളത് ഉപയോഗിക്കുന്ന അവിടെ റേഞ്ച് ഓപ്പറേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്നത് കോളനാണ്. അപ്പോൾ കോളൻ എന്ന് 2 എന്നുള്ളതിന് പകരം നമ്മൾ കോളനാണ് ഉപയോഗിക്കുക. 2 ആണ് നമ്മൾ കോളന് എൻട്രി ചെയ്യും, വായിക്കുമ്പോൾ അത് B2 to D10 വായിക്കുകയും ചെയ്യും. അപ്പോൾ ദിസ് ഈസ് കോൾഡ് റേഞ്ച്. അപ്പോൾ റേഞ്ച് ക്യാൻ ബി നെയിംഡ് ബൈ ഗിവിംഗ് ദ സെൽ അഡ്രസ് ഓഫ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് സെൽ വിത്ത് ദ കോളം B2 D10 വായിക്കുന്നത് B2 to D10. Naming range. Naming range means giving a name to a specific range. ഒരു പ്രത്യേക റേഞ്ചിന് നമ്മൾ ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞാൽ B2 to D10 എന്നുള്ള റേഞ്ചാണ്. അത് നമ്മളത് ഒരു സെപ്പറേറ്റ് പേര് കൊടുത്ത് നമുക്കത് സേവ് ചെയ്യാം. അപ്പോൾ പിന്നീട് നമ്മളത് എവിടെയെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ
ഈ B2 D10 ഉപയോഗിക്കുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി, ആ പേര് ഉപയോഗിച്ചാൽ മതി. വാട്ട് ആർ ദ സ്റ്റെപ്സ് റിക്വയർഡ് ടു നെയിം എ റേഞ്ച്? ഒരു റേഞ്ച് നമ്മൾ പേര് കൊടുക്കണമെങ്കിൽ ആദ്യം സെലക്ട് ദ റേഞ്ച് ഓഫ് സെൽസ് വിച്ച് ഈസ് ടു ബി നെയിംഡ്. അപ്പോൾ നമ്മൾ ഒന്നുകിൽ മൗസോ അല്ലെങ്കിൽ പിന്നെ ഏറോക്കോ ഉപയോഗിച്ചുകൊണ്ട് ആ റേഞ്ച് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞാൽ B2 D10 ആണ്, B2 മുതൽ D10 വരെയുള്ള ആ ഒരു ഏരിയ അത് നമ്മൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഡാറ്റ എന്ന് പറഞ്ഞൊരു ടാബ് കാണാൻ മേല, ഡാറ്റ എന്നുള്ള ടാബ് സെലക്ട് ചെയ്യുക. അതിനകത്ത് ഡിഫൈൻ റേഞ്ച് എന്നുള്ള ഓപ്ഷൻസ് ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഡാറ്റയിൽ ഡിഫൈൻ റേഞ്ച് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ദെൻ എൻ്റർ ദ നെയിം ഇൻ ദി ഡിസ്പ്ലേ ഡയലോഗ് ബോക്സ്. അവിടെ ഒരു ഡയലോഗ് ബോക്സ് വരും. ആ ഡയലോഗ് ബോക്സിനകത്ത് നമ്മൾ എന്ത് ചെയ്യുക, ആ റേഞ്ചിൽ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേഞ്ചിൻ്റെ പേര് ടൈപ്പ് ചെയ്യുക. ദെൻ പ്രസ് ഓക്കെ. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ റേഞ്ച് ഒരു പ്രത്യേക പേരിൽ അവിടെ സേവ് ചെയ്തിരിക്കും. ആ സേവ് ചെയ്തതിന് നമ്മൾ എന്ത് ചെയ്യുക, പിന്നീട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ എവിടെയെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ആ റേഞ്ചിന് പകരം എന്ത് ചെയ്യുക, B2 D10 എന്നുള്ളതിന് പകരം ആ റേഞ്ചിൻ്റെ പേര് ഉപയോഗിച്ചാൽ മതി. ഒരു വർക്ക് ബുക്ക് എന്താണ്, വർക്ക്ഷീറ്റ് എന്താണ്, സെല്ല്, അതുപോലെ കോളം എന്നൊക്കെ നമുക്ക് എന്താണ് ഇത് പരിശോധിക്കാം. അപ്പോൾ നമ്മൾ LibreOffice കാൽക്കിനകത്ത് ഒരു ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ഒരു വർക്ക് ബുക്കാണ് ലഭിക്കുന്നത്. ഫസ്റ്റ് ഫയൽ ഈസ് കോൾഡ് വർക്ക് ബുക്ക്. വർക്ക് ബുക്കിനകത്ത് ദർ വിൽ ബി നമ്പർ ഓഫ് ഷീറ്റ്സ്. ബട്ട് when we open a new workbook, there will be only one worksheet, that is called sheet 1. അപ്പോൾ നമ്മളൊരു പുതുതായിട്ടൊരു വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അതിന് വരുന്ന ബൈ ഡിഫോൾട്ട് വരുന്ന ഷീറ്റിൻ്റെ പേര് ഷീറ്റ് 1 ആയിരിക്കും. അപ്പോൾ ഒരു ഷീറ്റ് മാത്രമേ നമുക്ക് ബൈ ഡിഫോൾട്ടായിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ വർക്ക് ഷീറ്റ് എന്ന് പറയും. ദിസ് ഈസ് കോൾഡ് ആക്റ്റീവ് ഷീറ്റ്. ഈ ആക്റ്റീവ് ഷീറ്റിനകത്ത് നമ്മൾ നോക്കാം, ഈ താഴോട്ട് വരുന്ന റോസിനെ നമ്മൾ നമ്പേഴ്സ് കാണാം. റോസിൻ്റെ നമ്പേഴ്സ് 1 2 3, ദീസ് ആർ കോൾഡ് റോ നമ്പർ. അപ്പോൾ ഈ റോനൊക്കെ നമ്പർ കൊടുത്തിരിക്കുന്നത് 1 2 3 4, ഇത് താഴെ മേലേന്ന് താഴത്തേക്ക് നമ്പർ കൊടുത്തിരിക്കുന്നതിനാണ് റോ എന്ന് പറയുന്നത്. ഇത് അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ കുത്തനെ വരുന്നതിന് കോളം എന്ന് പറയും. കോളത്തിൻ്റെ പേരാണ് ABCD, ഇങ്ങനെ കോളം പേരും കൊടുക്കും. അപ്പോൾ ഇതിനാണ് കോളം നെയിം, ദിസ് ഈസ് കോൾഡ് റോ നമ്പർ. ഇനി ഒരു കോളവും ഒരു റോയും ചേർന്ന് തന്നെ നമ്മൾ സെൽ എന്ന് പറയും. ഇപ്പോൾ നമുക്ക് കാണാം ഇവിടെ A1 ഈസ് ദ ഫസ്റ്റ് സെൽ ഓഫ് എ വർക്ക് ഷീറ്റ്. വർക്ക് ഷീറ്റിൻ്റെ ഒന്നാമത്തെ സെല്ലിൻ്റെ പേര് A1 എന്നായിരിക്കും. കാരണം ഒന്നാമത്തെ കോളം സ്റ്റാർട്ട് ചെയ്യുന്ന A ആണ്, ഒന്നാമത്തെ കോളിൻ്റെ നമ്പർ 1 ആണ്. അപ്പോൾ അതിനെ കൂടി ചേർത്തായിരുന്നു A1 എന്നുള്ളതാണ് ഫസ്റ്റ് സെൽ. അപ്പോൾ ഇതിനകത്താണ് നമ്മൾ ഡാറ്റ എൻട്രി ചെയ്യുക. 10 എന്നുള്ള ഡാറ്റ ഇവിടെ എൻട്രി ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു സെല്ലിനകത്താണ് നമുക്ക് ഡാറ്റ എൻട്രി ചെയ്യുക. ഇപ്പോൾ B1 എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കിവിടെ 15. അപ്പോൾ നമ്മൾ ആ ഏത് സെല്ലിലാണോ വരുന്നത് അതിന് ഈ റെക്റ്റാങ്കിൾ, ഈ ബ്ലാക്ക് റെക്റ്റാങ്കിൾ ഉള്ളതാണ് ആക്റ്റീവ് സെൽ എന്ന് പറയും. ഈ ആക്റ്റീവ് സെല്ലിനകത്താണ് നമ്മൾ എൻട്രി ചെയ്യുന്ന ഡാറ്റാസ് പോകുന്നത്. അപ്പോൾ ഒരു സെല്ലിനും ഓരോ അഡ്രസ്സ് ഉണ്ടാവും. അപ്പോൾ ഒന്നാമത്തെ സെല്ലിൽ നമുക്കിവിടെ കാണാം അഡ്രസ്സ് ഇവിടെ A1. ഏറ്റവും ടോപ്പിലേക്ക് നമുക്കിവിടെ നെയിം ബോക്സിൽ സെല്ലിൻ്റെ പേര് ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ ഏത് സെല്ലാണ് ആക്റ്റീവ് ആയിട്ടുള്ള ആ സെല്ലിൻ്റെ പേര് ഇവിടെ നമുക്ക് കാണുന്നത് C2. അപ്പോൾ അങ്ങനെ നമ്മൾ ബോക്സ് ഇവിടെ വെക്കുന്ന അതാണ് ആക്റ്റീവ് സെൽ. ഈ ബ്ലാക്ക് റെക്റ്റാങ്കിൾ വരുന്നത് എവിടെയാണോ അതിനാണ് നമ്മൾ ആക്റ്റീവ് സെൽ എന്ന് പറയുക. ആ ആക്റ്റീവ് സെല്ലിലാണ് നമ്മൾ എൻട്രി ചെയ്യുന്ന ഡാറ്റാസ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സെല്ലും ഓരോ സെല്ലിനും ഉണ്ടാവും ഒരു യൂണീക്ക് അഡ്രസ്സ് ഉണ്ടാവും. ഒന്നാമത്തെ സെല്ലിൻ്റെ അഡ്രസ്സ് നമ്മൾ പറഞ്ഞ് A1 ആണ്. ഇനി അതുപോലെ നമുക്ക് ഇപ്പോൾ ഡിഫോൾട്ട് ഷീറ്റ് ഇതാണ് നമ്മൾ ഷീറ്റ് 1 ആണ് നമ്മൾ ഡിഫോൾട്ടായിട്ട് വരുന്നത്. നമുക്ക് കൂടുതൽ ഷീറ്റുകൾ ആഡ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. അതൊക്കെ നമ്മൾ പിന്നീട് നെക്സ്റ്റ് വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കും. എങ്ങനെയാണ് ഷീറ്റ് ആഡ് ചെയ്യുന്നത്, ലെസ് ചെയ്യുന്നതൊക്കെ ഡിലീറ്റ് ചെയ്യുന്നതൊക്കെ പിന്നീട് വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കുന്നതായിരിക്കും. ഇനി നമ്മളിവിടെ ഒരു റേഞ്ച് നേരത്തെ പറഞ്ഞു. റേഞ്ച് എന്ന് വെച്ചാൽ കളക്ഷൻ ഓഫ് സെൽസ് ആണ്. ഇപ്പോൾ നമ്മൾ നോക്കാം ഇവിടെ E7 മുതൽ H10 വരെയുള്ള ഈ സെല്ലുകളുടെ ഒരു ഗ്രൂപ്പിനെ നമ്മൾ സെൽ റേഞ്ച് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. നമുക്ക് എങ്ങനെയാണ് ഒരു റേഞ്ചിന് നെയിം നൽകുന്നത് ശ്രദ്ധിക്കാം. നെയിമിംഗ് ഓഫ് റേഞ്ച് നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇങ്ങനെയാണ് നെയിമിംഗ് ഓഫ് റേഞ്ച് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് റേഞ്ച് സെലക്ട് ചെയ്യാന്നുള്ളതാണ്. ഇവിടെ നമ്മൾ A2 മുതൽ A5 വരെയുള്ള റേഞ്ചിലാണ് ഡാറ്റ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ റേഞ്ചിൽ നമുക്കൊരു പ്രത്യേക പേര് കൊടുത്ത് സേവ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് സെലക്ട് ദ റേഞ്ച് ഓഫ് സെൽസ് ടു ബി നെയിംഡ്. അപ്പോൾ നെയിം ചെയ്യേണ്ട റേഞ്ച് നമ്മൾ ആദ്യം സെലക്ട് ചെയ്യുന്നു. അപ്പോൾ A2 മുതൽ A5 വരെ നമ്മൾ സെലക്ട് ചെയ്യണം. അതിന് നമുക്ക് ഒന്നുകിൽ മൗസോ അല്ലെങ്കിൽ എറോക്കിയോ ഉപയോഗിച്ച് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ എടുക്കുന്നത് ഡാറ്റ എടുക്കുക. ഡാറ്റ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ഇവിടെ നമുക്കൊരു ഡാറ്റ എന്നുള്ളൊരു ടാബ് കാണാം. ആ ഡാറ്റ ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിഫൈൻ റേഞ്ചിനെ ഡിഫൈൻ ചെയ്യാം. അപ്പോൾ ഡിഫൈൻ റേഞ്ച് സെലക്ട് ചെയ്യുന്നു. ഇവിടെ നമുക്ക് ഒരു ഡയലോഗ് ബോക്സ് വരും. നെയിം വി ഹാവ് ടു ഗിവ് എ നെയിം ഫോർ ദി റേഞ്ച്. അപ്പോൾ നമ്മൾ ഒരു നെയിം കൊടുക്കുകയാണ്.
സം SUM എന്നുള്ള ഒരു പേര് സം കൊടുത്തു. അത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതെന്തായി, ഈ റേഞ്ചിന് സം എന്നുള്ള പേരിൽ നമ്മൾ സേവ് ചെയ്തിരിക്കുക. ഇനി ഈ റേഞ്ച് നമ്മൾ എവിടെയെങ്കിലും ഉപയോഗിക്കുകയാണ്, നമ്മൾ സാധാരണ ഉപയോഗിക്കും A2:A5 എന്നാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് പകരം സം എന്നുള്ള വേർഡ് ഉപയോഗിക്കും. അപ്പോൾ നമ്മൾ അവിടെ എങ്ങനെയാണോ എൻ്റർ ചെയ്തത്, സ്മോൾ ലെറ്റർ ആണ് സ്മോൾ ലെറ്റർ, ക്യാപിറ്റൽ ലെറ്റർ ആണ് ക്യാപിറ്റൽ ലെറ്റർ, ആ രീതിയിൽ തന്നെ നമ്മൾ ആ നെയിം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം.